എൻ്റെ പേര് അനീഫ. ഞാൻ കുന്തിപ്പുഴ ബ്രാഞ്ചിലെ 1-ാം വാർഡിലെ വോട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് അവിടെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ലോക്കൽ സെക്രട്ടറി വന്നു, അത് എഴുതി കൊണ്ടുപോയി. അന്ന് 2 ആളുടെ പേരുകളാണ് പറഞ്ഞത്. ഒന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരും ഒന്ന് വേറൊരു മെമ്പറുടെ പേരും പറഞ്ഞു. ഇത് എഴുതി കൊണ്ടുപോയിട്ട് പിന്നെ വന്നത് സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്ന് അറിയുന്നതാണ്. പക്ഷേ അന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്നും അവർ ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബോർഡ് അവിടെ വന്നപ്പോഴാണ് സ്ഥാനാർത്ഥിൻ്റെ ആളാണെന്ന് ഞങ്ങൾ പാർട്ടി മെമ്പർമാർ പോലും അറിയുന്നത്. കാരണം നമ്മളോട് ആരോട് ചോദിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇതേവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ നമ്മളെ മറ്റേ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിന് അതേമാതിരി അങ്ങനെയുള്ളതെന്നൊക്കെ നമ്മളെ പുറത്താക്കി. പിന്നെ നമ്മളാരും ചോദ്യം ചെയ്യുമല്ലോ. ഇത് സാധാരണ എല്ലാവരും പാർട്ടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓലെ പുറത്താക്കുക, പിന്നെ ചോദിക്കാൻ ആരും വരില്ലല്ലോ, അവർക്ക് മാത്രമുള്ളൊരു ഇതായിട്ടാണ് പാർട്ടി കാരണമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് ചോദ്യം ചെയ്യാൻ പോയപ്പോഴേക്ക് നമുക്ക് ഈ സ്ഥാനാർത്ഥിനെ അറിയില്ല, ഈ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിക്കാൻ പോയപ്പോഴേക്ക് നമ്മളെല്ലാ ഗ്രൂപ്പിൽ നിന്നും അവരിതാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ 2-ാം വാർഡിലെ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഗഫൂർ മത്സരിച്ചിരുന്നു. ഗഫൂറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പോയി. പക്ഷേ ഞാൻ ചെയ്തത് ഒരോട്ട് പാർട്ടിക്ക് എന്തായാലും എനിക്ക് പാർട്ടി മാറിയിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു വോട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ സെക്രട്ടറി മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരുപാട് വോട്ടുകൾ കൂടുതലുണ്ട്. അപ്പോൾ ആ വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആ വോട്ട് അവിടുന്ന് മൻസൂർ ലോക്കൽ സെക്രട്ടറിക്ക് വാങ്ങും. അപ്പുറത്ത് കുന്തിപ്പുഴയിലെ, അതായത് കാലങ്ങളായിട്ട് ഏത് സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ 120 വോട്ട് എന്തായാലും പാർട്ടിക്ക് ഉണ്ടാകും. ആ 120 വോട്ട് സിദ്ദീഖിന് കൊടുത്തു. കാരണം സിദ്ദീഖ് അതേ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യം സുനൈറ ടീച്ചർ മത്സരിച്ചപ്പോഴും 179 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആ 179 വോട്ട് ഇപ്രാവശ്യം സിദ്ദീഖിന് അതേ മാതിരി തന്നെയാണ് പറയുന്നത്. ലോക്കൽ സെക്രട്ടറി നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവിടുത്തെ വോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുത്തെ വോട്ട് അങ്ങോട്ട് മാറ്റി. അതന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മൻസൂറിൻ്റെ വാർഡാണ് ചന്തപ്പടി നായടിക്കുന്ന വാർഡ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് കുറച്ച് വോട്ടുകൾ കൂടുതലുണ്ട്. ആ വോട്ട് സ്വാഭാവികമായിട്ട് മൻസൂർ അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങി. ഇവിടെ കുന്തിപ്പുഴയിലുള്ള LDFൻ്റെ വോട്ട് സിദ്ദീഖിൻ്റെ അക്കൗണ്ടിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കും. അതന്നെ ഉണ്ടായിരുന്നു.